അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമുക്ക് പൊരിച്ച ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ? ഇത് പെർഫെക്റ്റ് പൊരിച്ച കോഴി ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഇനി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാനിവിടെ ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മസാല പുരട്ടി വെച്ചിരുന്നു. ഇത് നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം. ചിക്കൻ അവിടെ ആയി വരുമ്പോഴേക്കും നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇടാനുള്ള സവാള വറുത്തെടുക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കാഷ്നട്ടും മുന്തിരിയും കൂടി വറുത്ത് മാറ്റി വയ്ക്കാം. ചിക്കൻ ഈ പാകത്തിൽ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ മാറ്റിയതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. സവാള നന്നായി വഴറ്റിയതിന് ശേഷം 2 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, 2 വലിയ തക്കാളി, ലേശം കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കറി മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് കോരി വെച്ചിരുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ അവിടെ റെഡിയാകുമ്പോഴേക്കും നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇവിടെ ചെറിയ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നു. ഇനി പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്ത് 3-4 കഷ്ണം പട്ട, 4-5 ഏലക്കായ, 3-4 കരയാമ്പൂ, കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. അതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ലേശം ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം അരി ഇട്ട് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. അരി 1/4 ഭാഗം വേവായതിനു ശേഷം നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഇനി ചിക്കൻ്റെ മുകളിലേക്ക് ചോറ് നിരത്തിയതിന് ശേഷം ഞാനിവിടെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിരുന്നു. കളറിന് പകരം മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് മല്ലിയിലയും നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരുന്ന സവാളയും കാഷ്നട്ടും മുന്തിരിയും ഇട്ട് കൊടുത്ത് അരമണിക്കൂർ നേരം നമുക്ക് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.